الحمد لله. الحمد لله الكريم المنان باسط الخيرات ومجيب الدعوات، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മതം അതിൻ്റെ വിശ്വാസ മേഖലകളെ സംബന്ധിച്ചും അതിൻ്റെ അനുഷ്ഠാന മേഖലകളെ സംബന്ധിച്ചും, അങ്ങനെ അതുവഴി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിന് നൽകപ്പെടുന്ന ഇബാദത്തുകളുടെ വിവിധങ്ങളായ മേഖലകളെ എങ്ങനെയാവണം എന്ന് അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്ത്, പഠിപ്പിച്ചു കൊടുത്ത്, അവരെ കുറ്റമറ്റ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നത്. ഈ ഉമ്മത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതല്ലാത്തതൊന്നും അവരിൽ ഉണ്ടാവരുത്. ഓരോന്നിനെയും എങ്ങനെ നോക്കിക്കാണണം എന്ന് പ്രവാചക ജീവിതത്തെ, അവിടുത്തെയുടെ ഉസ്വത്തിനെ പരിശോധിച്ചു കൊണ്ടുവേണം ഓരോ വിശ്വാസികളും മുന്നോട്ട് പോകാൻ. കാരണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗം ലഭിക്കുക എന്നതാണ്.
നമ്മൾ എടുക്കുന്ന ഇബാദത്തുകളിൽ നിന്നെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ കരുതലുമെല്ലാം സ്വർഗം കിട്ടണമെന്ന അതിയായ ആഗ്രഹമാണ്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെന്ന അതിയായ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഇബാദത്തുകൾ അത് അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ വന്നതാണോ അല്ലേ എന്ന് പരിശോധിക്കൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. ഇത് റജബ് മാസമാണ്. റജബ് വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ്. ആ പ്രാധാന്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിന് വിശദീകരണമായി പറഞ്ഞു തന്നിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞൊരായത്തുണ്ട് സൂറത്ത് തൗബയിൽ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. 4 മാസങ്ങൾ പവിത്രമായ മാസമാണ്. ഞാൻ ആയത്ത് മുഴുവൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കണില്ല. 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്. ആ 4 മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. പ്രവാചകൻ പറഞ്ഞു, അസ്സമാൻ ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖ അല്ലാഹു السماوات والأرض السنة 12 شهرا منها 4 حرم 3 متواليات ذو القعدة وذو الحجة والمحرم ورجب مضر الذي بين جمادى والشعبان. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ കാലം ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 12 മാസങ്ങളാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക. അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. 3 തുടർച്ചയായി വരുന്നതാണ് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും. എന്നാൽ അതിനപ്പുറത്തേക്ക് വേറൊരു മാസം കൂടിയുണ്ട്. അത് ജുമാദയുടെയും ശഅബാന്റെയും ഇടയിൽ വരുന്ന റജബാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അവിടെ റജബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ റജബ് മുദറ എന്നാണ്. മുളർ ഗോത്രക്കാരുടെ റജബ് എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? സാധാരണഗതിയിൽ പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പ് മുതലേ മക്കയിലെ ആളുകൾ 4 മാസം പവിത്രമായ മാസമായി തന്നെ ഗണിച്ചു പോന്നവരാണ്. എന്നാൽ കാലം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഋതുക്കളുടെ മാറ്റം, ഹജ്ജിന്റെ സീസൺ വേണമെന്ന് വരുമ്പോൾ ചിലപ്പോൾ അതികഠിനമായ ചൂടിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു കൂടി തീരുമാനിക്കും, ഈ പ്രാവശ്യം ഹജ്ജ് ഇപ്പൊ വേണ്ട, നമുക്ക് തണുപ്പ് മാസത്തിലേക്ക് മാറ്റിവെക്കാം. അതുകൊണ്ട് ആ മാസത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിവെക്കാം. അതുകൊണ്ട് ഈ റജബ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസം നമുക്ക് സാധാരണ പോലെ ഉപയോഗിക്കാം. ഹറാമാക്കേണ്ട മാസം തണുപ്പ് മാസത്തിൽ ഒന്ന് നമുക്ക് ഹറാമായി പ്രഖ്യാപിക്കാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുന്ന ഒരു പരിപാടി മക്കക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ അത് മുളർ ഗോത്രം ചെയ്തിരുന്നില്ല. മുളർ ഗോത്രക്കാർ എത്ര ചൂടായാലും തണുപ്പായാലും പവിത്ര മാസങ്ങളെ പവിത്രമായി തന്നെ കണ്ടിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 37 ആയത്തിൽ അല്ലാഹു ഇത് പരാമർശിക്കുന്നുണ്ട്. ഇന്നമൻ നസീഉ സിയാദതുൻ ഫിൽ കുഫർ യുദല്ലു ബിഹില്ലദീന കഫറൂ യുഹില്ലൂനഹു ആമാ വയുഹർരിമൂനഹു ആമാ ലിയുവാതിഉ ഇദ്ദത മാ ഹറമല്ലാഹ് ഫയുഹില്ലൂ മാ ഹറമല്ലാഹ് زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, അവർ ചെയ്ത ആ പണിയെ അള്ളാഹു വിമർശിക്കുകയാണ്. അങ്ങനെ മാറ്റം വരുത്തുന്ന സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നു. ഒരു വർഷം അവർ ഹലാലാക്കും, ഒരു വർഷം ഹറാമാക്കും. എന്നിട്ട് തമ്മിലൊന്ന് യോജിപ്പിച്ചു വിടാൻ വേണ്ടി, എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ചില തരികിട പരിപാടികൾ അവർ നടത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിമർശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, 4 മാസമാണ് പവിത്രം. ആ 4 മാസങ്ങളിൽ പവിത്രമായ മാസത്തിൽ എന്ത് എങ്ങനെ ചെയ്യണം എന്നത്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട് റജബ് എന്ന് പറഞ്ഞാൽ റജബ് 27 ഒരു പ്രത്യേക ദിവസമാണ്. റജബ് 27 എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ പകലിൽ നോമ്പെടുക്കൽ വളരെ പ്രാധാന്യമാണ്, അതിന്റെ രാത്രിയിൽ നിസ്കരിക്കൽ പ്രാധാന്യമാണ് എന്നൊക്കെ ധാരാളം ആളുകൾ ധരിച്ചു വശായി അങ്ങനെ പോകുന്നുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഫർളിനേക്കാളും ഒക്കെ പ്രാധാന്യം റജബിന് കൊടുക്കാറുണ്ട്. സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പിനേക്കാളും പ്രാധാന്യം റജബ് 27 നോമ്പിന് കൊടുക്കുന്ന ആളുകളുണ്ട്. എല്ലാ തിങ്കളും വ്യാഴവും സുന്നത്താണ്, സ്ഥിരപ്പെട്ട സുന്നത്താണ്. 13, 14, 15 അയ്യാമുൽ ബീദ് സ്ഥിരപ്പെട്ട സുന്നത്താണ്. അതൊന്നും എടുക്കാത്ത ആളുകൾ റജബ് 27 പ്രത്യേക നോമ്പുണ്ട്, അതിന് വലിയ പ്രതിഫലമാണ് എന്നാണ് എന്ന് നിങ്ങൾ അറിയണം. വളരെ പ്രാധാന്യത്തോടുകൂടി അറിയേണ്ട ഒരു കാര്യമുണ്ട്. റജബുമായി ബന്ധപ്പെട്ട് അതിന്റെ നോമ്പ്, നിസ്കാരം, അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രത്യേകത, അന്ന് അമലിന്റെ പ്രത്യേകത, എന്ന് ദിക്റിന്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞു ധാരാളം ഹദീസുകളുണ്ട്. ഇമാം ബുഖാരിയുടെ വിശദീകരണ ഗ്രന്ഥം എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി ജബറുൽ ഹദീസ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന മഹാപണ്ഡിതനാണ്, ഹാഫിളാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്, കല്ലും നെല്ലും വേർതിരിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകം, അദ്ദേഹം പറയുന്നൊരു വാചകം എന്താ അറിയോ? അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയകമായി വന്ന നിർമ്മിതവും ദുർബലവുമായ ഹദീസുകളെ അദ്ദേഹം കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 11 ഹദീസുകൾ ദുർബലമായതുണ്ട്, മാത്രമല്ല 21 ഹദീസുകൾ നിർമ്മിതമായതുണ്ട്. അപ്പൊ നിങ്ങൾ കാണാം റീൽസിലൊക്കെ മീലാരുട്ടികൾ ഇങ്ങനെ അടിച്ച് വിടാണ് ഓരോന്നും. റജബിന്റെ അന്നത്തെ ദിവസം ചെയ്താൽ എത്ര പ്രതിഫലമാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. ഒരു ഖുതുബയിൽ ആ 21 ഹദീസുകളും വിശദീകരിക്കാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകല്ല. 21 ഹദീസുകൾ നിർമ്മിതമാണ്, മൗളൂആണ് എന്ന് നമ്മളല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി, അതായത് ഈ ഇമാം ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ എഴുതി. ഈ കള്ളക്കളികളെ മുഴുവനും പൊളിക്കാൻ ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം എഴുതി. അപ്പൊ 11 ഹദീസുകൾ ലഈഫാണ്, 21 ഹദീസുകൾ മൗളൂആണ്. ആ വിഷയത്തിൽ ഒന്നും തന്നെ സ്വഹീഹായി വന്നിട്ടില്ല എന്നാണ് ഞാൻ ചില പണ്ഡിതന്മാരെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു വാചകമുണ്ട്. വകുല്ലു ഹദീസിൻ ഫീഹി ദിക്റു സൗമി റജബ വസലാത്തി ബഅദി ലയാലി ഫീഹി ഫഹുവ കദിബുൻ മുഫ്തറ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, ആ ഹദീസുകളെല്ലാം എന്തിനെ കുറിച്ച് പറഞ്ഞത്? റജബിലെ നോമ്പിനെ കുറിച്ചും റജബിലെ ചില പ്രത്യേക രാത്രികളുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള, നിസ്കാരം നിർവഹിച്ചുകൊണ്ടുള്ള പ്രാധാന്യം പറയുന്ന ഹദീസുകളും അതെല്ലാം ഫഹുവ കദിബുൻ മുഫ്തറ, അതെല്ലാം നിർമ്മിച്ചുണ്ടാക്കിയ കള്ള ഹദീസുകളാണ്. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഈ ഖുതുബ കേട്ടുകൊണ്ട് ഈ പള്ളിയിലിരിക്കുന്ന ആളുകൾ പോലും ചില ആളുകളും എന്തിട്ടുണ്ടാവും, കഴിഞ്ഞ റജബിലൊക്കെ നോമ്പെടുത്തവരുണ്ടാവും. റജബ് 27 നോമ്പ് ഇങ്ങനെ വരാൻ പോവാണ്. അപ്പൊ ശരിക്ക് ആളുകളൊക്കെ വിചാരിച്ചു വെച്ചിട്ടിരിക്കുന്നത് സ്വഹീഹാണെന്നാണ്. അല്ല, എനിക്കാണാം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ, അദ്ദേഹം പറയുന്ന ഇമാം തുർത്തൂഷി വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് അൽ ബിദ്അ വൽ ഹവാദിസ് എന്നാണ്. പുത്തനാചാരങ്ങളും പുതുതായി ഉണ്ടാക്കപ്പെട്ട പ്രവർത്തനങ്ങളെയും പരാമർശിക്കുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയാണ്, യുക്റഹു സൗമു റജബ അലാ സലാസതി ഔജുഹ്. റജബിലെ നോമ്പ് വെറുക്കപ്പെട്ടതാണ്, കറാഹത്താക്കപ്പെട്ടതാണ്. കാരണം അങ്ങനെ ഒരു നോമ്പ് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന് 3 കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഇങ്ങനെ ഒരു സംഗതി ഇല്ല. റജബിന്റെ തുടക്കത്തിൽ ചില ആളുകൾ, നമ്മുടെ നാട്ടിൽ അതുണ്ടോന്ന് എനിക്കറിയില്ല,
പുറത്ത് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്നൊരു സമ്പ്രദായമാണ് സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിസ്കാരം. അതിന് വേറെ ചില പേരുണ്ട്. അസ്വലാത്തുൽ ഇസ്നാ അശ്രിയ എന്ന് പറയും. സ്വലാത്തുൽ ഇസ്നാ അശ്രിയ എന്ന പേരിലും പറയപ്പെടും. അത് ഖുതുബിയത്തിന്റെ മുമ്പ് ചൊല്ലപ്പെടുന്ന 12 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഖുതുബിയത്ത് നടത്തുമ്പോൾ അതിന്റെ മുമ്പ് ഒരു 12 റക്അത്ത് നിസ്കാരം നിർവഹിക്കും. ആ 12 റക്അത്ത് നിസ്കാരം നിർവഹിച്ചിട്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ അവർ വിളിക്കല്. യഥാർത്ഥത്തിൽ ആ 12 റക്അത്ത് നിസ്കാരവും പിൽക്കാലത്ത് ആരോ കടത്തിക്കൂട്ടി കൊടുത്തതാണ്. കൂനുമ്മ കുരു എന്ന് പറഞ്ഞ മാതിരിയാണത്. അതായത് ഒരു മനുഷ്യനെ അവന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ അവന്റെ പുറത്തൊരു കൂനുണ്ട്. ആ കൂനിന്റെ പുറത്ത് ആ കൂനിന് വേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു കുരുകൂടി വന്നാലോ, അതാണ് ഈ പറഞ്ഞ സാധനം. ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കൂനാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അള്ളാഹുവിൽ അള്ളാഹു കൊടുത്ത ഇസ്സത്തിനെ നശിപ്പിച്ചൊരു മനുഷ്യനെ വിളിക്കാൻ മാത്രം അവൻ അങ്ങേയറ്റം മതപ്പതിച്ചു പോകുന്ന തരത്തിൽ കുനിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ, അവന്റെ മേലൊരു അടി എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലൊരു കളവും. അപ്പൊ റജബ് മാസത്തിൽ ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരെല്ലാം വളരെ ശക്തമായി പറഞ്ഞു. ഇമാം നബവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാചകമുണ്ട്. സ്വലാത്തുർ റഗായിബ് ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദ ഇൻകാരിൻ മുസ്തമിലത്തുൻ അലാ മുൻകറാത്തിൻ ഫയതഅയ്യനു തർക്കുഹാ വൽ ഇഅറാദു അൻഹാ വഇൻകാറുഹാ അലാ ഫാഇലിഹാ. ആ ഒരു പണി വളരെ മോശമായ ഒരു പുത്തനാചാരമാണ്. ധാരാളം വെറുക്കപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കണം, അതിൽ നിന്ന് തിരിഞ്ഞു കളയണം. ചെയ്യുന്നവനെ ശക്തമായി എതിർക്കുക കൂടി വേണം എന്ന് ഇമാം നബവി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ട ചില സംഗതികൾ ഈ റജബിന്റെ ദിവസത്തിൽ, റജബിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾ വലിയ പോരിശയായി കാണുന്നതാണ്. ഇബ്നു റജബുൽ ഹംബലി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അമ്മ സ്വലാ ഫലം യസിഹ ഫീ ശഹ്രി റജബ സ്വലാത്തുൻ മഖ്സൂസത്തുൻ തഖ്തസ്സു ബിഹി. റജബ് മാസത്തിൽ ഒരു പ്രത്യേകമായ നിസ്കാരം ഇല്ല, അത് പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന കാണാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, റജബിന്റെ തൊട്ടു മുമ്പത്തെ മാസം, റജബിന് ശേഷമുള്ള മാസം, ഈ 2 മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണെന്നും ആ മാസത്തിൽ നിങ്ങൾ സ്വയം അക്രമം പ്രവർത്തിക്കാൻ പാടില്ല, തിന്മകളിലൂടെ ഒന്നും കടന്നു പോകാൻ പാടില്ല, നന്മകളിൽ വ്യാപൃതരായി പോകണം എന്നതല്ലാതെ ഒരു പ്രത്യേകമായ നോമ്പോ ഒരു പ്രത്യേകമായ നിസ്കാരമോ റജബിലെ ഒരു ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരെണ്ണം പോലും ഇല്ല. എന്നാൽ റജബ് 27-ന് ഒരു പ്രത്യേകത ഉണ്ടാവൂലേ? റജബ് 27-ന് ഒരു പ്രത്യേകത ഉണ്ടാവൂലേ? അതെന്താ? അന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് പോയത് റജബ് 27 അല്ലേ എന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ടാവും. അല്ല, ആ വിഷയത്തിലും കൃത്യമായ ഒരു ഖണ്ഡിതമായ ഒരു കണക്ക് പറയാനേ സാധ്യമല്ല. കാരണം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 27-നാണ് പോയത് എന്ന് ക്ലിപ്തമായ രൂപത്തിൽ, ഖണ്ഡിതമായ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പല ഡേറ്റും പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ഡേറ്റ് റജബ് 27 പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഇഹ്തിഫാല് പ്രവാചകൻ ചെയ്ത് കാണിച്ചില്ല. കാരണം ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. എങ്കിൽ അടുത്ത റജബ് വരുമ്പോൾ, അടുത്ത റജബ് 27 വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജിന്റെ വാർഷികം വരുമ്പോൾ അതിനൊരു പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം,
ഇന്ന് റജബ് 27 അറിയാലോ. എല്ലാവരും പകല് നോമ്പെടുത്തോണം. വൈകുന്നേരം ഒരു ജിൽസ ഉണ്ടാകും, എല്ലാവരും ആ ജിൽസയിൽ പങ്കെടുക്കണം എന്ന്. ഇത് നമുക്കൊരു ആഘോഷമാക്കേണ്ടതാണ്. വലിയ അത്ഭുതമുള്ള ദിവസമല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിക്കണമല്ലോ. ഇല്ല. എന്നാ ഇസ്രാ മിഅ്റാജ് ഉണ്ടാവുന്നത്? ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്നത് 51-ാമത്തെ വയസ്സിലാണ്. 53-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നത്. 51-ാമത്തെ വയസ്സിൽ മക്കയിലാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കാണ്. അതുണ്ടാകുന്നത് എപ്പോഴാണ്? പ്രവാചകന് 51 വയസ്സുള്ളപ്പോഴാണ്. അതിനുശേഷം പ്രവാചകൻ ജീവിച്ചിരുന്നത് 63 വയസ്സിൽ വഫാത്താകുന്നതിൻ്റെ മുമ്പ് സുദീർഘമായ 12 കൊല്ലത്തോളം പ്രവാചകൻ ജീവിച്ചിരുന്നു. ഒരു റജബിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്സൂസായ ഒരു പണിയും പ്രവാചകൻ ചെയ്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തെളിയിക്കപ്പെടണമല്ലോ. ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായി ഇൻഷാ അല്ലാഹ് ഒരു ഖുതുബയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് വലിയ ചർച്ച ഉണ്ടല്ലോ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ കുറിച്ച്. ആരാണ് ഇബ്നു തൈമിയ്യ എന്നൊരു ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ സംസാരിക്കുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എന്ന മഹാപണ്ഡിതനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയാണ്, വലം യകുൻ ദലീലുൻ മഅലൂമുൻ അലാ ലാ അലാ ശഹ്രിഹാ വലാ അലാ അശ്രിഹാ വലാ അലാ ഐനിഹാ ബലിൻ നുഖൂലു ഫീ ദാലിക മുൻഖതിഅത്തുൻ മുഖ്തലിഫ ലൈസ ഫീഹാ മാ യുഖ്തഉ ബിഹി വലൗ സബത അയ്ളൻ ലം യുശ്റഅ ലഹു ഇഹ്തിഫാലുൻ വലൗ കാന ഖൈറൻ ലസബഖനാ ലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബത്തുഹു വഖൈറുൽ ഹദി ഹദിയു സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയാൻ, ഈ റജബിന്റെ പ്രത്യേകത ആളുകൾ പറയുന്നുണ്ടല്ലോ, അതിന് മാസത്തിൻ്റെയോ അതിൻ്റെ 10 അല്ലെങ്കിൽ അത് തന്നെയോ ഒരു നിലക്കും ഒരു റിപ്പോർട്ടും കൃത്യമായി വന്നിട്ടില്ല. ഒക്കെ പരമ്പര മുറിഞ്ഞതോ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായതോ ഒക്കെ ആയിരിക്കും. ഖണ്ഡിതമായി പറയാൻ പറ്റുന്ന ഒന്നുമില്ല. എന്നു മാത്രമല്ല, ഏതെങ്കിലും ഒരു ഹദീസ് കുഴപ്പമില്ലാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ടു വന്നാൽ പോലും റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ ഒരു ഖൈർ ചെയ്യാൻ മുന്നിട്ട് വന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഖൈറാണെങ്കിൽ ഓലല്ലേ ചെയ്യ കാണിക്കുക എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള വളരെ ഗൗരവതരമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയത്തിൽ പറയപ്പെടുന്നതൊന്നിനും ഒരു നിലക്കും ഒരു തെളിവില്ല എന്നാണ്. ഒരു തെളിവുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന അമൽ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടാനാണ് എങ്കിൽ, സ്വർഗം കിട്ടാനാണ് എങ്കിൽ, ആ ചെയ്യുന്ന അമൽ അത് കൃത്യമാണ്, അത് ശരിയാണ്, അള്ളാന്റെ റസൂലിൽ നിന്ന് വന്നതാണ്, സ്വഹാബത്ത് ചെയ്തതാണ് എന്ന് ഉറപ്പിക്കണം. അല്ലാത്തതൊന്നും കൊണ്ടും അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ കാണിച്ചു തന്ന മാർഗമാണ് ശരിയായ ഹദി. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കാറുണ്ട്, വഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ശരിയായ മാർഗദർശനം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാർഗദർശനമാണ്. കാര്യങ്ങളിൽ ഏറ്റവും ശർറ ഏതെന്ന് ചോദിച്ചാൽ പുത്തനാചാരങ്ങളാൽ പുതുതായി നിർമ്മിക്കപ്പെടുന്നതാണ്. എല്ലാ പുത്തനാചാരങ്ങളും
അനാചാരങ്ങളാണ്. എല്ലാ അനാചാരങ്ങളും വഴികേടാണ്, എല്ലാ വഴികേടുകളും നരകത്തിലാണ്. ഇത് ഖണ്ഡിതമായി നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത. അതുകൊണ്ടാണ് ഒരു ചെറിയ കാര്യത്തിൽ പോലും സ്വഹാബത്ത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിരുന്നത്. ഒറ്റ വാക്കും കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഫിദ് ഇബ്നു ഹജർ ഹൈതമി, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കൂടി പറയാം. ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനുൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീ ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. ഇബ്നുൽ അസ്ഖലാനിയുടെ വാക്കാട്ടോ. ലം യരിദു ഫീ ഫദ്ലി ശഹ്രി റജബ്, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയിൽ വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, ആ മാസത്തിലെ പ്രത്യേകമായ ഒരു നോമ്പിനെ കുറിച്ചും വന്നിട്ടില്ല. വലാ ഫീ സിയാമിൻ, അല്ലാത്ത നോമ്പിനെ കുറിച്ചും ഇല്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, അതിൻ്റെ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകമായി ചെയ്യപ്പെടുന്ന നിസ്കാരത്തെക്കുറിച്ചും ഇല്ല. ഹദീസുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഒരു ഹദീസും യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവ് പഠിക്കാൻ പറ്റുന്ന, തെളിവ് സ്ഥാപിക്കുവാൻ പറ്റുന്ന ഒരു സ്വഹീഹായ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടേയില്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി. എന്നിട്ടാണ് അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഈ വിഷയത്തിൽ വന്നതെല്ലാം 11 ലഈഫും 21 നിർമ്മിതവുമാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാം, എന്തിനാണ് അള്ളയും റസൂലും പഠിപ്പിക്കാത്തൊരു അമൽ ചെയ്യാൻ നമ്മൾ ഇത്ര ഗൗരവം കാണിക്കുന്നത്? അത് പിശാചിന്റെ കളിയാണ്. നന്മയാണെന്ന് കാണിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോയി നമ്മളുടെ സ്വർഗം നഷ്ടപ്പെടുത്താനും നമ്മളെ കുറ്റക്കാരനാക്കി തീർക്കുവാനുമുള്ള ആ പിശാചിന്റെ കുതന്ത്രത്തിൽ നിന്ന് ശരിക്കും രക്ഷപ്പെടണം. അപ്പോ കുറേ ആളുകളൊക്കെ അത് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ വിട്ടു നിന്നാൽ എങ്ങനെയാണ് എന്ന് പിശാചിന്റെ ഒരു കുതന്ത്രമുണ്ട്. എന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക ചൊല്ലിപ്പോലുണ്ടല്ലോ. ആ ഉറക്ക ചൊല്ലിപ്പോകുന്നത് നബിയോ സ്വഹാബികളോ പഠിപ്പിച്ചതല്ല. ഇമാം നബി പറയാൻ പഠിപ്പിച്ചതല്ല. സ്വഹാബത്തിനും താബിഈങ്ങൾക്കും സലഫു സാലിഹീങ്ങൾക്കും ഒന്നും പരിചയമില്ലത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകമാണ് എനിക്ക് പറയാനുള്ളത്. വലാ തഗ്തറ ബികസ്റത്തിൽ ഹാലികീൻ, നശിച്ചു പോകുന്ന ധാരാളം ആളുകളെ കണ്ടിട്ട് നീ വഞ്ചിതനാവരുത് കേട്ടോ. അതുകൊണ്ടാണ് സലഫികളായ ആളുകൾ, കുറേ ആളുകൾ ഇങ്ങനെ ഒച്ചയിട്ട് ദിക്ർ ചൊല്ലി പോകുമ്പോൾ അതിൻ്റെ കൂടെ മിണ്ടാതെ ഇങ്ങനെ പോകണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പോണ ആളുകളൊക്കെ ഈ വിഷയത്തിൽ ഹാലിക്കുകളാണ്, നശിച്ചിരിക്കുകയാണ്. കാരണം അള്ളാന്റെ റസൂലോ സ്വഹാബത്തോ പഠിപ്പിക്കാത്തൊരു പുത്തനാചാരം ചെയ്ത് പിശാചിനെ തൃപ്തിപ്പെടുത്തി പോകാണ് അവര്. ഇതെന്റെ വാക്കല്ലോ. വലാ തഗ്തറ ബികസ്റത്തിൽ ഹാലികീൻ ഔ കമാ ഖാൽ നബവിയ്യു ഫി കിതാബിഹി അൽ അദ്കാർ. അദ്ദേഹത്തിന്റെ കിതാബ് അൽ അദ്കാറിൽ അദ്ദേഹം പറഞ്ഞ വാചകം. കുറെ ആളുകൾ ഈ നശിച്ചുപോയ ആളുകൾ, അവരെ കണ്ടിട്ട് നീ വഞ്ചിതനൊന്നും ആവണ്ട കേട്ടോ, നീ പ്രവാചകനും സ്വഹാബത്തും സലഫുകളും നിന്ന പോലെ നിന്നാ മതി കേട്ടോ എന്ന് ഇമാം നബവി റഹിമഹുല്ല രേഖപ്പെടുത്തി. അതുകൊണ്ട് റജബ് 27 നോമ്പെന്തോ പോരിച്ചുണ്ടെന്ന് വിചാരിച്ച് ചെയ്യാൻ നിൽക്കണ്ട. കൂലിയല്ല കിട്ടുക, കുറ്റാണ് കിട്ടുക. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വരുന്ന ഞായറാഴ്ച 18-ാം തീയതി കോട്ടക്കലെ വ്യാപാര ഭവനിൽ ഒരാദർശ പഠന സെഷൻ നടക്കുന്നുണ്ട്. MSM ആണ് അതിന് ലീഡ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കുറെ ആദർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. നമ്മുടെ നാട്ടിലെ പുതിയതായി കടന്നു വന്നിട്ടുള്ള ചില നൂതന വാദക്കാരുടെ വാദത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്താനും, അറിയാതെയോ നമ്മൾ വലിയ അപകടങ്ങളിലേക്ക് പോയി ചാടാതിരിക്കാനുമുള്ള കൃത്യമായ ഒരു പഠന സെഷനാണ് രാവിലെ 8:30 മുതൽ 1 മണി വരെ നടക്കുന്നുണ്ട്. സാധിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ
ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ അത് അവർക്ക് വലിയ ഉപകാരമായിരിക്കും, വലിയ ഗുണമായിരിക്കും എന്നതുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ്. എല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണം. അള്ളാഹുവിൻ്റെ പള്ളി, നമ്മൾ ജുമാക്ക് വരുന്ന, ജമാഅത്തിന് വരുന്ന ഈ പള്ളി, ആ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്ക അത് നമ്മുടെ പള്ളിക്ക് വേണ്ടി നാം കൊടുക്കുന്നതാണ്. നമുക്ക് കിട്ടേണ്ടുന്ന, അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടുന്ന പ്രതിഫലം നമുക്ക് നഷ്ടമായി കൂടാ എന്ന ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ നിങ്ങൾ ആ സ്വതക്ക നൽകി പോകണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ നാളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ആയതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സഹായവും അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.